Hi everyone, welcome to Krish Talks. Hi everyone. മരിയൻ മൂർ എഴുതിയിട്ടുള്ള പോയട്രി എന്ന പോയമാണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. ഈ ഒരു പോയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയട്രിനെ കുറിച്ചുള്ള ഒരു പോയമാണ്, കവിതകളെ കുറിച്ചുള്ള ഒരു കവിത എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പൊ ഇതില് നമ്മൾ പലരും കവിതകളെ വായിക്കുന്നത് പല രീതിയിലാണ്. ഇപ്പൊ ഞാൻ വായിക്കുന്ന രീതിയിലായിരിക്കില്ല നിങ്ങൾ വായിക്കുക, ഞാൻ മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കില്ല നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ പല വ്യക്തികളും വ്യത്യസ്തമായിട്ടുള്ള രീതികളിലൂടെ ആയിരിക്കും ഒരു കവിതേനെ കാണുന്നുണ്ടായിരിക്കുക, വായിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ ഒബ്സർവേഷൻ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മരിയൻ മൂർ ഈ ഒരു കവിതയിലൂടെ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ പോയിറ്റിനെ കുറിച്ചൊന്ന് നോക്കാം. Marian Moore is an American poet and translator whose poetry was marked by keen observation and new poetic techniques. അതായത് അമേരിക്കൻ പോയിറ്റാണ് മരിയൻ മൂർ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ അവളുടെ കവിതകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പലതരത്തിലുള്ള നിരീക്ഷണങ്ങളും പുതിയ കവിതാ രീതികളും ഒക്കെയാണ് ഉൾക്കൊള്ളാറുള്ളത്. Then she was one of amongst the most fascinating poets in 20th century. 20ാം നൂറ്റാണ്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കവിയാണ് മരിയൻ മൂർ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു കവിതയെ കുറിച്ച് പറയുകയാണെങ്കിൽ മരിയൻ മൂർ പോയം ടൈറ്റിൽ പോയിട്രി ഈസ് റിട്ടൺ ഇൻ എ കോൺവെർസേഷണൽ ടോൺ ആൻഡ് സ്പീക്സ് അബൌട്ട് ഹൗ പോയിട്രി ഈസ് വ്യൂഡ് ബൈ വേരിയസ് കൈൻഡ്സ് ഓഫ് റീഡേഴ്സ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു കോൺവെർസേഷണൽ ടോണിലാണ് എഴുതിയിട്ടുള്ളത്. അതായത് നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന പോലെയാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്, അല്ലാതെ കവിതയുടെ പക്ക സ്റ്റാൻസ ഒക്കെ ആയിട്ട് സ്ട്രക്ചറിലൊന്നും അല്ല ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ പല തരത്തിലുള്ള റീഡേഴ്സ് എങ്ങനെയാണ് ഒരു കവിതേനെ കാണുന്നത് എന്നിതിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ദിസ് പോയം വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ 1990 ബട്ട് മൂർ റിവൈസ്ഡ് ഇറ്റ് മെനി ടൈംസ് ആൻഡ് ദ ഫൈനൽ വേർഷൻ വിച്ച് ഹാസ് ഓൺലി 3 lines വാസ് പബ്ലിഷ്ഡ് ഇൻ 1967. ഇത് ആദ്യം പബ്ലിഷ് ചെയ്യുന്നത് 1919ലാണ്. ഓക്കെ, അതിനുശേഷം ഇത് മൂർ പല തവണ റിവൈസ് ചെയ്ത് കുറെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതിന്റെ ഫൈനൽ വേർഷൻ പബ്ലിഷ് ചെയ്യുന്നത് 1967ലാണ്. അതിൽ വെറും 3 വരികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അപ്പൊ ആദ്യം പബ്ലിഷ് ചെയ്തിരുന്ന വേർഷനിലെ 1919 പബ്ലിഷ് ചെയ്തത് അതാണ് നമുക്കിപ്പോൾ പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. ഹിയർ വി റീഡ് ദ ഏർലിയർ വേർഷൻ ഓഫ് ദ പോയം കണ്ടെയ്നിങ് 30 lines, 30 വരികളുള്ള കവിതയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ഡയറക്ട്ലി കവിതയിലേക്ക് കടക്കാം. നമ്മുടെ കവിത സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇങ്ങനെയാണ്: ഐ ടു ഡിസ്ലൈക്ക് ഇറ്റ്. There are things that are important beyond all that fiddle. അതായത് ഞാനും അതിനെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഇറ്റ് എന്ന് ഉദ്ദേശിക്കുന്നതായി ഡിസ്ലൈക്ക് ഇറ്റ് എന്ന് പറയുന്നത് കവിതേനെയാണ് കേട്ടോ. അപ്പൊ എനിക്കും അത് ഇഷ്ടമല്ല, ഞാനും അതിനെ ഡിസ്ലൈക്ക് ചെയ്യുന്നു എന്നാ പറയണേ. There are things that are important beyond all this fiddle. അതായത് ഇതിന് അപ്പുറത്ത് ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ട് എന്നാ പറയണേ. ഫിഡിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു എന്താ പറയുക, ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്, ലൈക്ക് വയലിൻ. അപ്പം ഇതിനേക്കാളും കവിതകളെക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അപ്പുറത്തുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനെ ഇഷ്ടപ്പെടുന്നില്ല എന്നാ പറയുന്നത്. അത് ഒരു വിഭാഗം ആൾക്കാരുടെ കവിതകൾ വായിക്കുമ്പോൾ ഉള്ള ഒരു ചിന്താഗതിയാണ് കേട്ടോ. ഇപ്പൊ കവിത വായിക്കാൻ കുറെ പേർക്ക് ഇഷ്ടമില്ല, പിന്നെ കവിത വായിക്കുന്നതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എത്ര കാര്യങ്ങളുണ്ട്, പിന്നെയാണ് കവിത വായിക്കുന്നത്. അപ്പോൾ ഓരോ തരം വായനക്കാരുടെയും രീതികളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, ചിന്താഗതികളാണ് കൊടുത്തിട്ടുള്ളത്. റീഡിങ് ഇറ്റ് ഹൗവർ വിത്ത് എ പെർഫെക്റ്റ് contempt for it, one discovers that there is in it after all a place for the genuine. അതായത് ചിലര് അത് വായിക്കാനായിട്ട് ഇരിക്കും എന്നാ പറയണേ, പക്ഷെ ചിലപ്പോൾ വളരെ പുച്ഛത്തോട് കൂടിയിട്ടായിരിക്കും ഈ കവിത വായിക്കാനായിട്ട് ആളുകൾ ഇരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ശരിയായിട്ടുള്ള രീതിയിൽ ജെന്യൂൻ ആയിട്ടൊക്കെ വായിക്കാനായിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ, ശരിയായ വായനക്കാർക്കാണെങ്കിൽ പുച്ഛത്തോട് കൂടിയിട്ടാണ് ആ കവിത വായിക്കാൻ ഇരിക്കുന്നെങ്കിലും അവർക്ക് അതിന് പല കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, കാണാനും മനസ്സിലാക്കാനും പറ്റും എന്നാണ് പറയുന്നത്. ചിലപ്പോൾ പുച്ഛത്തോട് കൂടിയിട്ടായിരിക്കും വന്നിരിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ ശരിയായ ഒരു വായനക്കാരനാണെങ്കിൽ ആൾക്ക് പല കാര്യങ്ങളും ആ കവിതയിൽ നിന്ന് കാണാനും മനസ്സിലാക്കാനും സാധിക്കുമെന്നാണ് പറയുന്നത്. ഹാൻഡ്സ് ദാറ്റ് ക്യാൻ ഗ്രാസ്പ്, eyes that can dilate, hair that can rise. If it must, these things are important not because a high sounding interpretation can be put upon them, but because they are useful. അതായത് അങ്ങനെ നമ്മൾ വായിക്കാനിരിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവരുടെ കൈകൾ എന്ത് ചെയ്യും, പല കാര്യങ്ങളും ഗ്രാസ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കണ്ണുകൾ
വായിക്കുന്ന സമയത്ത് ഇങ്ങനെ നീർക്കുന്നുണ്ടായിരിക്കും, മുടി ഇങ്ങനെ റൈസ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. അത് നമ്മൾ ആ കവിത ഒരു ഫീലോട് കൂടി വായിക്കുമ്പോൾ അല്ലെങ്കിൽ പല കാര്യങ്ങൾ അതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന സമയത്താണ് നമുക്ക് ഇതേപോലുള്ള ഫീലിങ്സ് ഒക്കെ വരിക. അപ്പോൾ പുച്ഛത്തോടു കൂടി വായിക്കാനിരുന്നാലും നല്ലൊരു വായനക്കാരനാണെങ്കിൽ ആൾക്ക് പല കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാനും കാണാനും പറ്റും. ഇതേപോലുള്ള ഫീലിങ്സ് ആൾക്ക് ഉണ്ടാവുകയും ചെയ്യും എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറയുന്നത് നോട്ട് ബിക്കോസ് എ ഹൈ സൗണ്ടിങ് ഇന്റർപ്രിട്ടേഷൻ. ഇതിൽ പല നല്ല വലിയ വലിയ വ്യാഖ്യാനങ്ങളും അങ്ങനെയുള്ളത് കൊണ്ടല്ല ഇങ്ങനത്തെ ഫീലിങ്സ് ഉണ്ടാവുന്നത്. പിന്നെ എന്തുകൊണ്ടാണെന്നാ പറയണേ? ബിക്കോസ് ദേ ആർ യൂസ്ഫുൾ. കവിതയ്ക്ക് മറ്റ് പല ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ്, അവ യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഫീലിങ്സ് ഒക്കെ ഉണ്ടാവണേന്നാ പറയണേ. വെൻ ദേ ബിക്കം സോ ഡെറിവേറ്റീവ് ആസ് ടു ബിക്കം unintelligible, the same thing may be said for all of us, that we do not admire what we cannot understand. അതായത് നമ്മളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന കവിതകളാണെങ്കിൽ അവയെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. ഇപ്പം നമുക്ക് കവിതകൾ ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ അവയെ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. അപ്പം നമ്മളിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുകയാണെങ്കിൽ കവിതയെ മനസ്സിലാക്കാൻ വളരെയധികം പ്രയാസമാണ്. നല്ല രീതിക്ക് അത് വായിച്ച് പ്രാക്ടീസ് ഉള്ളവർക്ക് മാത്രമേ നല്ലൊരു കവിതേനെ ആ ഒരു ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. കവിതയെ നമ്മളിൽ നിന്ന് ഒരുപാട് അകലെയാണെങ്കിൽ നമുക്ക് ആ കവിതേനെ മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളതിനെ ബഹുമാനിക്കാനും അല്ലെങ്കിൽ പ്രശംസിക്കാനും നമ്മൾ തയ്യാറാകില്ല എന്ന് പറയണം. അതായത് നമുക്കൊരു കാര്യം അറിയില്ല, നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനെ ബഹുമാനിക്കാൻ നിൽക്കില്ലല്ലോ. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. The bat holding on upside down or in quest of something to eat, elephants pushing, a wild horse taking a roll, a tireless wolf under a tree. The immovable critic twinkling his skin like a horse that feels a flea. Bold fan, the statistician case after case could be cited did one wish it, nor is it valid to discriminate against business documents and school books. All these phenomena are important. നമുക്ക് ഇവിടെയാണ് ഒരു ഫുൾ സ്റ്റോപ്പ് വരണേ. അതാണ് ഞാൻ ഇത്രയും വായിച്ചത് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഒരു കവിതയിലാവുമ്പോൾ നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു വവ്വാല് അപ്സൈഡ് ഡൗൺ ആയിട്ട് കിടക്കുന്നത്, തല കീഴായിട്ട് കിടക്കുന്നത്, അല്ലെങ്കിൽ ഭക്ഷണം അന്വേഷിക്കുന്നത്, ഈ എലിഫൻസ് ഇങ്ങനെ പുഷ് ചെയ്യുന്നത്, തള്ളുന്നത്, അല്ലെങ്കിൽ ഒരു കുതിര കിടന്ന് ഉരുളുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച്. ഇപ്പോൾ ഒരു വൂൾഫ് ഒരു മരത്തിനടിയിൽ ഇങ്ങനെ കിടക്കുന്നതായാലും, പിന്നെ അതേപോലെ തന്നെ ഒരു കുതിരയെ പോലെ തിരിഞ്ഞ് മറിയുന്നതായാലും, ഒരു ബേസ്ബോൾ ആരാധകനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യനെ കുറിച്ച്, അങ്ങനെ എല്ലാവരെക്കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതെല്ലാം പറയാൻ കഴിയുന്ന ചില ഉദാഹരണങ്ങളുമാണെന്നാണ് പറയണേ. അതായത് ഇപ്പോൾ ഒരു കവിതയിൽ ബിസിനസ് പുസ്തകങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ബുക്സിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുക. ബിസിനസ് ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ബുക്സിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു സൈഡിൽ ഈ കുതിരേനെ കുറിച്ചും അതേപോലെ തന്നെ ചെന്നായിനെ കുറിച്ചൊക്കെ പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഏതാ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക? ബിസിനസ് ഡോക്യുമെൻറ്റ്സും ബുക്സും ഒക്കെ ഉള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. പക്ഷെ അങ്ങനെയല്ല എന്നാണ് പറയണത്. എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് നോക്കാം. One must make a distinction, however, when dragged into prominence by half poets, the result is not poetry. അതായത് ചില ഹാഫ് പോയിറ്റ്സ് ഉണ്ട്. ഹാഫ് പോയിറ്റ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? റിയൽ ആയിട്ട് കഷ്ടപ്പെട്ട് കവിതകൾ എഴുതുന്ന പോയിറ്റ്സിൻ്റെ കവിതകളിൽ നിന്ന് പലതും കോപ്പി അടിച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി എഴുതുന്ന കവികളാണ് ഹാഫ് പോയിറ്റ്സ്. അവരൊരിക്കലും റിയൽ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനൊരിക്കലും നമുക്കൊരു പോയിട്രി ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. Nor till autocrats among us can be literalists of the imagination, above insolence and triviality can present for inspection imaginary gardens with real thoughts in them. Shall we have it? അതായത് അതിൽ പറയുന്നത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു ഏകാധിപതി ഉണ്ട്, ഓട്ടോക്രാറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓട്ടോക്രാറ്റ്സ് എന്നുള്ള രീതിയിൽ നിന്ന് കവിതേനെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മര്യാദയ്ക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതിൽ നിന്നെല്ലാം ഇറങ്ങി വന്ന് നമ്മുടെ ഒരു ഓട്ടോക്രാറ്റ് എന്നുള്ളതിൽ നിന്ന് ഇറങ്ങി വന്ന കവിതകളെ നമ്മൾ നിരീക്ഷിച്ചാലേ ആ കവിതകളെ നമുക്ക് നല്ല രീതിയിൽ ആ കവിതയെ കാണാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് insolence and triviality and can present for inspection imaginary gardens with real thoughts in them. Shall we have it? In the meantime, if you demand on the one hand in defiance on their opinion the raw material of poetry in all its rawness, and that which is on the other hand genuine, then you are interested in poetry.
അതായത് ഇതിൽ പറയുന്നുണ്ട് നമ്മുടെ ഇമാജിനറി ഗാർഡൻ, അതായത് പൂന്തോട്ടങ്ങളിൽ തവളകൾ ശബ്ദമുണ്ടാക്കുന്ന ആ ഒരു കാഴ്ചയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതേപോലെ നമ്മുടെ കവിതകളിൽ ആ ഒരു റോ മെറ്റീരിയൽസ് എല്ലാ കാര്യങ്ങളും തന്നെ വളരെ ജെന്യൂനായിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ, വളരെ കടുപ്പത്തോടു കൂടി നിങ്ങൾ ആവശ്യപ്പെട്ടാലേ നിങ്ങൾക്ക് കവിതയിൽ താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ആ ഒരു ഇന്നർ മീനിങ് കൊടുത്തെഴുതുന്നത് കൊണ്ടാണ് നമുക്ക് കവിതകൾ മര്യാദയ്ക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു കവിത എന്ന് പറയുന്നത്. ഇതിൽ പോയത്തിനെ പല ആൾക്കാരും പല രീതിയിൽ നോക്കിക്കാണുന്നതാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ കവിതകളൊന്നും നിങ്ങൾ 1 by 1 ലൈനായിട്ട് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ഏകദേശം സമ്മറി നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഓക്കെ, ഈ ലൈൻ എന്താ ഇങ്ങനെ വന്നേ, ഈ അടുത്ത ലൈനായിട്ടൊരു മാച്ച് ഇല്ലല്ലോ, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. കവിതകൾ 1 by 1 ലൈനായിട്ട് നിങ്ങൾ അങ്ങനെ പഠിച്ചു വെക്കണമെന്നൊന്നുമില്ല. ഏകദേശം സമ്മറി എല്ലാ കാര്യങ്ങളുടെയും മനസ്സിലാക്കി വെക്കാം. ഇനി നെക്സ്റ്റ് ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. വിച്ച് ആർ ദ യൂസ്ഫുൾ തിങ് ലിസ്റ്റഡ് ബൈ ദ സ്പീക്കർ? എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ദ യൂസ്ഫുൾ തിങ്സ് ലിസ്റ്റഡ് ബൈ ദ സ്പീക്കർ ആർ വാട്ട് മേക്സ് ദ ഹാൻഡ്സ് ഗ്രാസ്പ് തിങ്സ്, eyes get diluted and hair rise. These things are important not because a high sounding interpretation can be put upon them but because they are useful. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മൾ ആ ഒരു കവിതയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നല്ല രീതിക്ക്. അപ്പോൾ ഇവ വളരെ വലിയ ഇൻ്റർപ്രിട്ടേഷൻ ആ കവിതയിൽ കൊടുത്തുകൊണ്ടല്ല സംഭവിക്കുന്നത്, അത് ഉപകാരമുള്ള ഒന്നായതുകൊണ്ടാണ്. കവിതകൾ വളരെ പ്രാധാന്യമുള്ളതും ഉപയോഗമുള്ളതായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. According to the poet, how can one find something genuine in poetry? അതായത് നമ്മുടെ കവിയുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഒരാൾക്ക് കവിതയിൽ ആ ഒരു ജെന്യൂനിറ്റി കാണാൻ സാധിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. According to the poet, one can find something genuine in poetry when he grows above insolence and triviality and try to understand the real meaning and purpose of the poetry he reads. അതായത് അതിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ജെന്യൂനിറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഇസ് ദ സ്പീക്കർ ഇംപേഷ്യൻറ്റ് വിത്ത് ഹാഫ് പോയിറ്റ്സ്? വൈ? അതായത് ആ ഹാഫ് പോയിറ്റ്സിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ സ്പീക്കർ വെരി മച്ച് ഇംപേഷ്യൻറ്റ് വിത്ത് ഹാഫ് പോയിറ്റ്സ്. ഹാഫ് പോയിറ്റ്സിനോട് എന്താ പറയുക, ഒരു തരത്തിലും യോജിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ half poets drag things into prominence without any logic and reason and the result is not poetry. അതായത് അവർ യാതൊരു ബോധവും കാരണങ്ങളും ഇല്ലാതെ കവിതയെ ഇങ്ങനെ വലിച്ചഴക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് നല്ലൊരു പോയിട്രിയാണ്. കുറേ കാര്യങ്ങൾ എഴുതി വയ്ക്കുന്ന മണ്ടത്തരങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊരു കറക്റ്റ് പോയിട്രിയാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഹൗ ഡസ് ദ സ്പീക്കർ ഡിഫൈൻ പീപ്പിൾ ഹു ആർ റിയലി ഇൻട്രസ്റ്റഡ് ഇൻ പോയിട്രി? അതായത് കവിതയിൽ ശരിക്കും താല്പര്യമുള്ളവരെ കുറിച്ച് എന്താണ് നമ്മുടെ സ്പീക്കർ പറയണതെന്ന് ചോദിച്ചിരിക്കുന്നത്. ദ പീപ്പിൾ ഹു ആർ റിയലി ഇൻട്രസ്റ്റഡ് ഇൻ പോയട്രി ഷുഡ് ബി ലിറ്ററലിസ്റ്റ് ഓഫ് ദി ഇമാജിനേഷൻ. അതായത് ഭാവനയുടെ വാക്കുകളെ ശരിക്കും മനസ്സിലാക്കുന്നവരായിരിക്കണം അവരെന്നാണ് പറയണേ. അപ്പം നമ്മുടെ ഉള്ളിലെ ആ ഒരു എന്താ പറയുക, ഏകാധിപതി എന്നുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് കവിതയിലേക്ക് ഇറങ്ങുകയും ചെയ്യണം എന്നാണ് പറയണത്. They should grow above insolence and triviality. Insolence and triviality can prevent people from getting interested in poetry. അതായത് ഇപ്പം മണ്ടന്മാർക്കും അതേപോലെ തന്നെ അഹംഭാവികൾക്കൊക്കെ കവിതയിൽ ശരിയായിട്ടുള്ള താല്പര്യം ഉണ്ടാവില്ല എന്നാണ് പറയണം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കവിതയിലേക്ക് ഇറങ്ങി ചെല്ലണം, വാക്കുകൾ ശരിയായിട്ട് മനസ്സിലാക്കണം. Why do not admire what we cannot understand? Can you explain? നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തവയെ നമ്മൾ എന്ത് ചെയ്യാറില്ല, അഡ്മയർ ചെയ്യാറില്ല, ബഹുമാനിക്കാറില്ല, പ്രശംസിക്കാറില്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിരിക്കുന്നത്. മെറിയൻ മൂർ വാസ് ക്വൈറ്റ് റൈറ്റ് ഇൻ അസേർട്ടിങ് ദാറ്റ് we do not admire what we cannot understand. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തവയെ നമ്മൾ ബഹുമാനിക്കാറില്ല. It is a simple logical statement. I can admire something only if I can understand it. അതായത് വളരെ ലോജിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അത്. നമുക്ക് മനസ്സിലാവുന്ന കാര്യത്തെ മാത്രമേ നമ്മൾ ബഹുമാനിക്കാറുള്ളൂ, ഇല്ലേ? അപ്പോൾ അതാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കൺഫ്യൂഷൻസോ എന്തെങ്കിലും നിങ്ങൾക്ക് ഒപ്പീനിയൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ താങ്ക് യു സോ മച്ച്.